ആകാശത്തിന്റെ കാലുവെട്ടാനോ അദാനിയുടെ കൂട്ടോ ആഗ്രഹിച്ചവരല്ല. ആത്മഹത്യ ചെയ്ത കൂടപ്പുറപ്പുകളുടെ ഇല്ലാതായ ശബ്ദമാകാനെത്തിയവരാണ്. പോലീസ് തെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. പോലീസാണോ ഗൂണ്ടകളാണോ ഇരച്ചെത്തിയവർ? ആ കുട്ടികൾ നേരിട്ട നരനായാട്ട് പാകിസ്ഥാൻ ചൈനീസ് അതിർത്തിയല്ല. AK-47 7 റൗണ്ട് പെല്ലറ്റിൽ ഷൂട്ട് ഡൌൺ. അരിപ്പ പോലെ മുറിവേറ്റ രാജ്യത്തിന്റെ ഫ്യൂച്ചർ ജനറേഷൻ ആ വേദന. എന്റെ ചെവിയുടെ അവന്റെ അടി കൊണ്ടിട്ട് അവനൊരു ചുക്ക് സംഭവിച്ചില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. ആർക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അനുവാദം തന്നിരിക്കുന്നു. എല്ലാരും പൊക്കോളൂ, പെട്ടെന്നാട്ടെ. നേരിൽ കണ്ട ധാർമ്മിക രോഷത്തിലോ രാജ്യത്തിന്റെ LOP ലോക്സഭയിൽ നിന്ന് ഡയറിംഗ് ആൻഡ് സ്കാപ്പിംഗ് അറ്റാക്കാണ്. ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ഡൽഹി പോലീസ് ആരുടെ ഉത്തരവിൽ കുട്ടികൾക്ക് നേരെ തോക്കെടുത്തു എന്ന ആവർത്തന ചോദ്യം. ഇവിടെ തന്നെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാം? മൂട്ടിലും മുളക് തേച്ച് മുക്കാലി കെട്ടി ചാട്ടവാറിനടിച്ച് കൊനിച്ചു നിർത്തി കൂമ്പിനടിച്ച് ചവിട്ടിക്കൂട്ടി റോട്ടിലെ കുഴിയിലിട്ട് മൂടണം. പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. 3 സെക്ഷൻ ആൾക്കാരെ പറ്റി പറഞ്ഞു തുടങ്ങിയതാണ്. 1 വിദ്യാർത്ഥികൾ, പ്രായം നോക്കാതെ എപ്പോഴും പഠിക്കുന്നവർ. 2 ഇഡിയറ്റ്സ്, വിഡ്ഢികളാണ്. ഒരു ചുക്കും അറിയാത്തവർ, പക്ഷേ സൂര്യനാട് എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവർ. 3ാമത്തെ സെക്ഷൻ അന്തം ഭക്തരാണ്. വിഡ്ഢികളെക്കാൾ മോശം മേൽപ്പറഞ്ഞ വിഡ്ഢികളാണ്. അന്തം ആരാധനാപാത്രമാണ്. അത് പറഞ്ഞപ്പോൾ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അപ്പോഴേക്കും സർക്കാർ ബെഞ്ചിൽ ആകെ ബഹളം, മൈക്കോഫാക്കൽ, ഇരുപരി വെപ്രാളം. സാർ, സഭയിൽ വിഡ്ഢികളെന്ന് പറയരുത്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാർക്കടോ, ഇനി എന്തോന്ന് നാറാൻ താന്താ വിചാരിച്ചത്? ആ ബഹളത്തിനിടയിൽ മാഞ്ഞു പറയുന്നു രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികളെ നിങ്ങളുടെ ശത്രുക്കൾ RSS ആണ്. അവർക്ക് പ്രധാനം നിങ്ങളുടെ ഭാവിയല്ല, പ്രധാനം നിങ്ങളെ അന്തം ഭക്തരാക്കലാണ് ലക്ഷ്യം. ലോക്സഭയിൽ പേടിയില്ലാത്ത ഡയറക്റ്റ് അടി. ആരുടെ? എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. ആരുടെ രാജി? ഏത് രാജി? മന്ത്രിമാർ രാജിവെക്കാൻ UPA സർക്കാർ, NDA സർക്കാർ എന്ന് രാജ്നാഥ് സിംഗ് അന്ന് പറഞ്ഞ അധികാരത്തിന് സാഫ്രൺ നയം, അലംഘനീയ പ്രമാണം, വിദ്യാർത്ഥികരുതിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായ ജാള്യത്തിൽ പ്രതികാര നടപടി ഉണ്ടാവില്ലെന്ന് വാഗ്ദത്തം ലംഘിച്ച് ഒറ്റതിരിഞ്ഞ് വേട്ട എന്ന് ആരോപിക്കുകയാണ് CJP. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് ആ സംഘപരിവാർ അക്കോസിസ്റ്റത്തിന് നെടുമ്പുറത്ത് കിട്ടിയ അടിയാണ് പ്രധാന രാജി. ആ പരാജയ ഭാരതത്തിൽ എന്ത് വൃത്തികേട് പറയാവുന്നതാണോ രാജ്യത്തിന്? കിട്ടിയില്ലേ? കിട്ടി. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. യുവതലമുറ ഗട്ടർ ജനറേഷൻ, ഫിൽറ്റർ, ഗാർബേജ്, അഗ്ലി എന്നൊക്കെ ഒന്ന് വായി തോന്നി ഛർദ്ദിച്ചു വെക്കാൻ ഏതെങ്കിലും സൈബർ കുഴിത്തുരുമല്ല. BJPയുടെ മാണ്ടി MP ആണ് കങ്കണ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ്. ഞാനാണെങ്കിൽ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കും, വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ കൊല്ലും, ശവങ്ങൾ പെറുക്കി മാറ്റി 4 മണിക്കൂർ കൊണ്ട് ക്ലീൻ ആക്കും. സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. കൊച്ചുമക്കൾ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് നേരെയാണോ തന്റെ തെമ്മാടി വർത്താനം? കരിമൂർക്കം ചെയ്യിച്ചോ ഈ അളവിൽ കാളകൂടം? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഞാൻ ചെയ്തത് മോശമായെന്ന് നിനക്കെങ്കിലും തോന്നില്ലേ? ഏയ്, ഒരിക്കലുമില്ല. ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു പേര് പറയും, തന്തയില്ലായിക എന്ന്. ഉപ്പില്ലാതെ എന്ന റേപ്പ് മോങ്ങറിംഗ് ആണ്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്നാണ് വൈകൃതം, പന്ന വർത്താനം. സൈദ്ധാന്തിക നേരത്തെ കൺവീനറാണ് ഭൗതിക് സെൽ ഭാജപ. ഏത് കങ്കണയാണെങ്കിലും ഭൗതിക് സെല്ലാണെങ്കിലും ആ കുട്ടികളുടെ കൈവാക്കിൽ പോയി നിൽക്കരുത്. ഡൽഹി പോലീസിൽ രാത്രിയും തോക്ക് പേടിക്കാത്തവരാണ്. രാഷ്ട്രത്തിന് നാരീശക്തി, യുവശക്തി, ഈ മഹാരാജ്യത്തിന്റെ ഫ്യൂച്ചറാണ്. സംഘസാറെ അവർ നിങ്ങൾ കണ്ട പിള്ളേരല്ല. ഇതേതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ. സൂനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.